ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കലവറയിലേക്ക് കയറിയേക്കുക കേട്ടോ. അങ്ങനെ താണ്ട ഭയങ്കര മത്സരം നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ചേച്ചി പൊറോട്ടയ്ക്കുള്ള മാവ് തകൃതിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചിക്കനും ബീഫും ഒക്കെ വെക്കാൻ ചേട്ടനും കൂടി, ഉള്ളി അരിയാനെ കൊണ്ട് അമ്മയും കൂടി കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സൈഡിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോട്ടു വീണല്ല, എന്തോ ഒരു വഴക്കുണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവളെയും കൊണ്ട് നടക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ താണ്ട നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊറോട്ട മാവ് ഇടിയും ബഹളവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് എൻജോയ് ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷേ വീടിനകത്ത് നമുക്ക് എല്ലാവരോടും ഇങ്ങനെ കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്ത് കഴിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ല അതിന് പ്രത്യേക ഒരു ഭംഗിയും പ്രത്യേക ഒരു ടേസ്റ്റും പ്രത്യേക ഒരു ഫീലും കേട്ടോ. അങ്ങനെ താണ്ട് അവർക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ തന്നെത്താനെ ചെയ്യാമെന്ന് കരുതി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പാചകവും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജൂലിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂലിയുടെ പുറകെയായിരുന്നു കുറച്ച് നേരം. അതിൻ്റെ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകാതെ വെറുതെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും റെഡി ആയി നിൽക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളാട്ടോ ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അച്ഛൻ വന്ന സമയമായി. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടോ നമ്മൾ ഈ പൊറോട്ട കുഴച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ്റെ വമ്പിച്ച പൊറോട്ടയടി മത്സരമാട്ടോ കാണാൻ പോകുന്നത്. അങ്ങനെ അച്ഛൻ നല്ല തകൃതിയായിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്നേഹപ്രകടനങ്ങളുമായിട്ട് അവർ വന്ന് കാര്യമാക്കണ്ട. അത് കഴിഞ്ഞിട്ട് താണ്ട നമ്മൾ വീണ്ടും അച്ഛൻ്റെ പുറകെ ക്യാമറയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തകൃതിയായിട്ട് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ താണ്ട് ഓരോ കാര്യങ്ങളും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ താണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പൊറോട്ട നമ്മളിവിടെ തകൃതിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടായിരുന്നു മാവിന് കേട്ടോ. അത് പരത്തിയെടുക്കാൻ കൊണ്ട് ചെറിയൊരു പാടൊക്കെ പെട്ടായിരുന്നു. അപ്പോൾ അതാണ്ട് കാര്യങ്ങളെല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് സ്ഥലത്തായിട്ട് നിന്നങ്ങ് പൊറോട്ട അടിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരണ്ടേ, പെട്ടെന്ന് തീർന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ജൂലി വെറുതെ നിൽക്കുകയാണ്, അവൾക്കൂടെ ഫുഡ് കൊടുക്കാമെന്ന് കരുതി അവൾക്ക് ജസ്റ്റ് ഒരു പൊറോട്ടയും 2 പീസ് ചിക്കനും കൊടുക്കുക കേട്ടോ. കുറച്ച് മുമ്പൊക്കെ ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അവളെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ദാണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ദാണ്ട് പയ്യൻസിനെ വിളിക്കുകയാണ്. അങ്ങനെ പയ്യൻസിനെയും കൊച്ചിനെയൊക്കെ വിളിച്ച് നമ്മൾ നമ്മുടെ കലാവിരുദ്ധവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാണ്ട് പൊറോട്ടയും കാര്യങ്ങളും ഒക്കെ കഴിച്ച് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സീ യു.